എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ഹരേ ഗുരുവായൂരപ്പ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഞാൻ ഹരിനാമ കീർത്തനത്തിലെ 30ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഷ്ടം ഭവാനെയൊരു പാണ്ഡ്യൻ ഭജിച്ചളവ് അഗസ്തേന നീബത ശപിപ്പിച്ചതെന്തിനത് നക്രേണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെയും അത് ഓർക്കാവതല്ല ഹരി നാരായണായ നമഃ. ഇവിടെ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവ് അങ്ങയെ ഭജിച്ചിട്ട് അല്ലയോ ഭഗവാനെ, അങ്ങ് അഗസ്ത്യ മുനിയെക്കൊണ്ട് ആനയായിത്തീരട്ടെ എന്ന് ശപിപ്പിച്ചതെന്തിനാണ്? ശപിപ്പിച്ചതോ പോട്ടെ, അതിനുശേഷം മുതലയെക്കൊണ്ട് കാലിൽ കടിപ്പിച്ച് കഷ്ടപ്പെടുത്തുകയും ചെയ്തു. ആ കാര്യം ചിന്തിക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നു. കഷ്ടമെന്നേ പറയുണ്ടു ഹരിനാരായണൻ നമസ്കാരം. ഇതാണ് ഈ വരികളിലെ അർത്ഥം. ഇവിടെ ഭഗവാൻ ഭക്തരെ പരീക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യമാണ് ഈ ശ്ലോകത്തിലും മുമ്പ് പറഞ്ഞ ശ്ലോകത്തിലുമൊക്കെ ആചാര്യൻ നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഭഗവാൻ പരീക്ഷണം നടത്തി ഭക്തരാക്കി മോക്ഷപദം കൊടുക്കുന്നത്. അതാണ് ഇവിടെ അജാമിളനെ ആ തരത്തിൽ പരീക്ഷിച്ചു. ഇനി ഇവിടെ പാണ്ഡ്യരാജാവ് എന്ന് പറഞ്ഞൊരു ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞുള്ള ഒരു പാണ്ഡ്യരാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിനെ കുറിച്ച് ഉള്ള പരീക്ഷണങ്ങളും അദ്ദേഹത്തിന് കിട്ടിയ പദവി എന്താണെന്ന് നമുക്ക് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതെല്ലാം ഭാഗവതം 8ാം സ്കന്ധത്തിൽ 2 മുതൽ 5 വരെ അധ്യായങ്ങളിലാണ് ഈ ഗജേന്ദ്ര മോക്ഷം കഥ വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുമ്പോൾ ഗജേന്ദ്രനായിട്ട് ഈ പാണ്ഡ്യരാജാവ് വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സമയങ്ങൾ ഒരുപാട് അവതാരം എടുത്തിട്ടാണ് ഈ ഭക്തനെ പല അവതാരങ്ങളിലൂടെ വന്നിട്ടതിന് ശേഷമാണ് പരീക്ഷിച്ചിട്ട് ഭഗവാന്റെ ഭക്തനാക്കി വിഷ്ണുപദം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഗജേന്ദ്ര മോക്ഷമാണ് ഇവിടെ ഈ കഥയിൽ പറയുന്നത്. ഈ പാണ്ഡ്യരാജാവ് ഒരു ആനയായി മാറിയില്ലേ. അപ്പോൾ അഗസ്ത്യമുനി ശപിച്ചപ്പോഴാണ് ആനയായി മാറിയത്. അപ്പോൾ ആനയാകുമ്പോൾ അത് ഗജേന്ദ്രനായി, അപ്പോൾ അടുത്ത ജന്മമായി. ഒരു ശാപം കിട്ടുമ്പോൾ ഒരാൾക്ക് അടുത്ത ജന്മമാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മളെ കർമ്മങ്ങൾ കൊണ്ടുള്ള ശാപങ്ങൾ, അതായത് പരസ്പരം അഹങ്കാരവും കാമവും ഒക്കെ കൊണ്ട് നമ്മൾ തങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുകയാണല്ലേ. ആ ജനനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ പ്രശ്നത്താൽ നമ്മൾ ജനിക്കുന്നു. അതുപോലെ ഇവർ ശാപമോക്ഷത്താൽ അടുത്ത ജന്മത്തിലേക്ക് അവർ ശാപം കൊണ്ട് വേറൊരു ജന്മത്തിലേക്ക് വരുന്നു. അതായത് ഇവിടെ പറയുന്നത് ഭാഗവതം 8ാം സ്കന്ധത്തിലാണ് ഈ ഗജേന്ദ്ര മോക്ഷത്തെക്കുറിച്ച് പറയുന്നത്. ഗജേന്ദ്ര സ്തുതിയും ഗജേന്ദ്ര മോക്ഷമൊക്കെ ഭാഗവതത്തിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടി വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ ആ ഭാഗവത സപ്താഹമൊക്കെ നമ്മൾ കേൾക്കാൻ പോയാലേ, അതാണ് നമ്മൾ പറഞ്ഞ ഭാഗവത കഥ കേൾക്കണമെന്ന്. ഈ കഥയിലൂടെയാണ് നമുക്ക് കൂടുതൽ, കഥയാകുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അവരാണ് വെറുതെ പറയുന്നവർ പഠിപ്പിക്കുന്നത് പോലെയല്ല. കഥ നമ്മൾ എല്ലാവർക്കും എല്ലാ രീതിയിലും അത് ഉത്തേജനമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭാഗവത കഥകൾ നമ്മൾ കേൾക്കാൻ. പുസ്തകത്തിൽ ചിലപ്പോൾ വായിച്ച് നമുക്ക് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ നമ്മൾ സപ്താഹം കേൾക്കാൻ പോവുകയാണെങ്കിൽ ഭാഗവതം നന്നായിട്ട് നമുക്ക് 7 ദിവസം സപ്താഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 7 ദിവസവും നമ്മൾ പോകണം. ആ 7 ദിവസവും നമ്മൾ പോയി കഴിയുമ്പോൾ ഏതാണ്ട് എല്ലാം ഈ 7 ദിവസം അതേ തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കാൻ വിധിക്കപ്പെട്ട നമ്മുടെ രാജാവുണ്ടല്ലോ, പരീക്ഷിത്ത് രാജാവ്, ആ രാജാവിൻ്റെ 7 ദിവസങ്ങളാണ് ഇതിൽ ഓരോരോ കഥകളായിട്ട് നമുക്ക് ഭാഗവതം എഴുതാനുണ്ടായ കാരണം. അപ്പോൾ അത് മൊത്തം നമുക്ക് ഈ സപ്താഹം കേൾക്കാൻ പോയാൽ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നത് എഴുത്തച്ഛൻ ഭാഗവതം കിളിപ്പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അത് പറയണം, ഭാഗവതം 8ാം സ്കന്ധത്തിൽ 2 മുതൽ 5 വരെ അധ്യായങ്ങളിലാണ് ഗജേന്ദ്ര മോക്ഷം കഥ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ദ്രാവിഡ ദേശത്ത് പാണ്ഡ്യരാജ്യം ഭരിച്ചിരുന്ന മഹാരാജാവായിരുന്നു ഇന്ദ്രദ്യുമ്നൻ. വിഷ്ണു ഭക്തനായിരുന്ന മഹാരാജാവ് ഒരിക്കൽ ഭഗവത് ആരാധനയിൽ മുഴുകി മൗനം അവലംബിച്ചിരിക്കുകയായിരുന്നു. അതായത് നമ്മൾ മൗനവ്രതം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആരെങ്കിലും വന്നാൽ നമ്മൾ മൗനവ്രതം എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ സൂക്ഷിച്ചും കണ്ടുവേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ. അപ്പോൾ മൗനവ്രതം എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ അഗസ്ത്യമുനി കയറി വരുന്നത്. അവരുടെ ശിഷ്യരുമായിട്ട് കയറി വരികയാണ്. അപ്പം ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അഗസ്ത്യമുനിയും ശിഷ്യന്മാരും അവിടെ വന്നു ചേർന്നു. തന്നെ സൽക്കരിക്കാതെ ഏകാന്തതയിൽ കഴിച്ചുകൂട്ടുന്ന രാജാവിനെ കണ്ട് മുനി കോപിച്ചു. മുനിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം നമ്മൾ വരുന്ന അതിഥിക്ക് അറിയില്ലല്ലോ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഈ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് കൂടുതൽ നമുക്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. ക്ഷമയില്ലായ്മയും അറിവില്ലായ്മയും. അപ്പോൾ തന്നെ സൽക്കരിക്കാതെ ഏകാന്തതയിൽ കഴിച്ചു കൂട്ടുന്ന രാജാവിനെ കണ്ട് മുനി കോപിച്ചു. ദുരാത്മാവായ ഇവൻ ഒരു ആനയായി ഇരുട്ടിലേക്ക് പതിക്കട്ടെ എന്ന്
മുനി ശാപവും നൽകി. ഒന്നും മനസ്സിലാക്കാതെ ആ വിഷ്ണു ഭക്തനായിരുന്നു ഇന്ദ്ര, അദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രദ്യുമ്നൻ എന്ന് പറഞ്ഞ പിന്നെ ദ്രാവിഡ ദേശത്തെ പാണ്ഡ്യരാജ്യത്ത് വെച്ചിരുന്ന മഹാരാജാവ്. അപ്പോൾ മുനി കോപിച്ച് ദുരാത്മാവായി ഇവൻ ഒരു ആനയായി ഇരുട്ടിലേക്ക് പതിക്കട്ടെ എന്ന് ശാപവും നൽകി. ഇന്ദ്രദ്യുമ്നാകട്ടെ ആ ശാപത്തെ പോലും ഈശ്വരേച്ഛയായി കരുതി ഗജജീവിതത്തിലും ഭഗവത് സ്മരണ വിട്ടുപോകാതെ തുടർന്നു. അപ്പോൾ ഇവിടെ ഭഗവത് സ്മരണയുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവത് ആരാധനയെ ഭഗവത് സ്മരണയെ നമ്മളിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ശ്രവണം, സ്മരണം, കീർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ നമ്മുടെ ഭാഗവതത്തിലെ ഈ നവവിധ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഈ സ്മരണം അത് ഏത് ജന്തു ആയാലും ഏത് ജീവിയായാലും അതിൻ്റെ ഉള്ളിൽ ബോധതത്വം ഉണ്ട്. അപ്പം അതിനത് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കാര്യങ്ങൾ അതിനറിയാൻ കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ഗജേന്ദ്രനാണെങ്കിൽ അതിൻ്റെ ആത്മാവിനറിയാം. ആ ഗജേന്ദ്രൻ്റെ അതും സന്തോഷമായിട്ട് സ്വീകരിച്ചു. അപ്പം നമുക്കൊരാൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താവണം? നമ്മൾ വിചാരിക്കണം അത് നമ്മുടെ നന്മയ്ക്കാണെന്ന് വിചാരിച്ച് നമ്മളങ്ങ് സഹിച്ചു പോകണം. അതാണ് ഇവിടെയും പറയുന്നത്. അതാണ് ആ ഗജേന്ദ്രനായിട്ട് പതിക്കുമ്പം സാധാരണഗതിയിൽ അന്തം വിട്ടു പോകത്തില്ലേ? അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഭഗവാനെ ഭജിക്കാനും പൂജിക്കാനും എനിക്കൊന്നും കഴിയില്ല എന്നുള്ള വിഷമം ഉണ്ടാവും. ആ സമയത്തും ആ ശാപത്തെ പോലും ഈശ്വരൻ്റെ ഇച്ഛയായി കരുതും. അപ്പം നമുക്ക് വരുന്ന ഏത് ഏടാകൂടങ്ങളും നമ്മൾ വിചാരിച്ചോണം അത് ഈശ്വര ഇച്ഛയാണ്. അതുകൊണ്ട് നമ്മൾ അവരോട് കയർക്കാനും പിണങ്ങാനും വൈരാഗ്യം കാണിക്കാനും ഒന്നും പോവണ്ട എന്ന് നമ്മളും ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. അങ്ങനെ ആനയായിട്ടിരിക്കുമ്പോഴും ഭഗവത് സ്മരണ വിട്ടുപോകാതെ തുടർന്നു. ഒരിക്കൽ ഗജേന്ദ്രൻ കരണികളുമായി ത്രികൂട പർവ്വതത്തിൽ എത്തിച്ചേർന്നു. ഈ കരണികൾ എന്ന് പറഞ്ഞ പിടിയാനകളാണ്. അവർ കൂട്ടമായിട്ട് ത്രികൂട പർവ്വതത്തിൽ എത്തിച്ചേർന്നു. അവിടെ ക്ഷീരോദ സരസിൽ ചെന്നിറങ്ങി. ഈ പാൽ കടൽ എന്ന് പറയുമ്പോഴാണ് ക്ഷീരോദ സരസ് നദി, പാൽ നദി. അവിടെ ചെന്നിറങ്ങി. അത് ആ പാലിന്റെ അത്രയും ശോഭയും ഭംഗിയും വർണ്ണവും വെള്ളത്തിന്റെ ഒഴുക്കും പതയും ഒക്കെയാണ് അതിനെ ഇങ്ങനെ താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. യാദൃച്ഛികമായി ഒരു മുതല ഗജേന്ദ്രന്റെ കാലിൽ പിടികൂടി. അപ്പോൾ ഈ ആന പാൽ നദിയിൽ ഇറങ്ങിയപ്പോൾ ഒരു മുതല വന്ന് ഗജേന്ദ്രന്റെ കാലിൽ പിടികൂടി. അനേക സംവത്സരം അവർ തമ്മിലുള്ള പിടിയും വലിയും നടന്നു. അപ്പൊ നമ്മള് ഈ യുദ്ധം എന്ന് പറയുന്നില്ലേ, തമ്മിലുള്ള പിടിയും വലിയും, മുതലയ്ക്ക് കാല് പിടിക്കണമെന്നും ആനയ്ക്ക് കാല് പിൻവലിക്കണമെന്നും. അപ്പോൾ രണ്ടു കൂട്ടരുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ അത് എത്രയോ കാലം അവര് അത് അനുഭവിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഭഗവാന്റെ പരീക്ഷണത്തിന് വേണ്ടി നമ്മൾ യുഗങ്ങൾ ഇരുന്നാലേ നമുക്കൊരു മോക്ഷം കിട്ടാൻ നമുക്ക് അർഹതയുണ്ടോ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഈശ്വരന്റെ കണ്ണില് ഏത് തരത്തിൽ നമ്മൾ പരീക്ഷിക്കണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതും അതിന്റെ ബാക്കി ഭാഗത്തിന്റെ പുറകിൽ വരുന്നുണ്ട്, പറയാം. അപ്പോൾ അത്രയും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആനയും ഈ മുതലയും കൂടെ തമ്മിൽ പിടിയും വലിയായിട്ട് എത്രയോ യുഗങ്ങൾ കഴിഞ്ഞുപോയി. ഒടുവിൽ ഗജേന്ദ്രൻ ക്ഷീണിച്ച അവശനായി. അപ്പൊ നമ്മളെപ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ കഴിവ് മാക്സിമം എടുത്തു നോക്കും. അവസാനം ഗതി മുട്ടുമ്പോഴേ നമ്മൾ ഭഗവാനെ വിളിക്കുള്ളൂ. അങ്ങനെ ഭഗവാനെ വിളിക്കുമ്പോൾ മാത്രമേ ഭഗവാൻ വരികയുള്ളൂ, അല്ല ഭഗവാൻ മുമ്പേ കയറി വരത്തില്ല. ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. എന്താണ്? ഭാഗവതത്തിലെ ഗജേന്ദ്ര സ്തുതി പ്രസിദ്ധമാണ്. അപ്പൊ ആനയാണെങ്കിൽ പോലും ഭഗവാനെ സ്തുതിക്കുന്നു. ആ ആനയ്ക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്, വിവേകമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആന സാധാരണ ഒരു ജീവിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ തുടർന്ന് ഭഗവാൻ ഗരുഡന്റെ പുറത്ത് ചക്രായുധനായി ക്ഷീരോദ സരസിലേക്ക് എഴുന്നള്ളി. ആ പാൽ നദിയിലേക്ക് ഇറങ്ങി. സരസില് ചക്രായുധം കൊണ്ട് മുതലയുടെ കണ്ഠം ഛേദിച്ച് ഗജേന്ദ്രനെ മോചിപ്പിച്ചു. ഭഗവാന്റെ കരസ്പർശനമേറ്റ് അജ്ഞാന ബന്ധനത്തിൽ നിന്ന് വിമുക്തനായ ഗജേന്ദ്രൻ വിഷ്ണു പാർഷദനായി ഭവിച്ച് വൈകുണ്ഠലോകം പ്രാപിക്കുകയും ചെയ്തു. എങ്ങനെ? അപ്പൊ ഈ ഇന്ദ്രദ്യുമ്നനെ ഇത്രയും പരീക്ഷിച്ചതിന് കാരണമുണ്ട്. ആ പരീക്ഷണത്തിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ പദം എന്താണ്? വിഷ്ണു പാർഷദൻ. ഭഗവാന്റെ കൊട്ടാരത്തിലെ കാവൽക്കാരനായിട്ടാണ് നിൽക്കുന്നത്. ഒരിക്കലും ഏത് സമയവും ഭഗവാനെ കാണാനും അറിയാനും സ്നേഹം അനുഭവിക്കാനും ഒക്കെയുള്ള ഭാഗ്യം അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര മഹാഭാഗ്യമാണ്. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്തുമാത്രം ഈ കാലങ്ങളും യുഗങ്ങളും ജന്മങ്ങളെടുത്ത് നമ്മൾ വരണം. അപ്പൊ നമ്മൾ ഈ മനുഷ്യജന്മം കിട്ടുന്നതിന് എത്രയോ ജന്മം കഴിഞ്ഞിട്ടാണ് വരുന്നതാണ്. ഭാഗവത കഥയിലൊക്കെ പറയുന്നത് അങ്ങനെ. അപ്പൊ ആ മനുഷ്യജന്മത്തിൽ നമ്മൾ വെറുതെ പാഴിക്കളയരുതെന്നാണ് പറഞ്ഞത്. ഏത് സമയവും നമ്മൾ നാമജപവും ഈശ്വര ആരാധനയായിട്ട് വേണം നമ്മൾ കഴിയാൻ. നമ്മുടെ കർമ്മത്തോടൊപ്പം നമുക്ക് കർമ്മങ്ങൾ തന്നിട്ടുണ്ട്. ആ കർമ്മങ്ങളാണ് ഇവരുടെ ജന്മങ്ങൾ വീണ്ടും ജന്മം എടുക്കേണ്ടത്. ശാപം കിട്ടിയത് വീണ്ടും. അതുപോലെ നമ്മുടെ കർമ്മങ്ങളോട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മനുഷ്യനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ കർമ്മത്തോടൊപ്പം തന്നെ ഭഗവാനെ കൂട്ടുപിടിച്ച് നമ്മളെ കർമ്മത്തെ ഭഗവാൻ സമർപ്പിച്ച് നമ്മൾ നല്ല ബുദ്ധി തോന്നിക്കാനും നല്ല ബോധം ഉണ്ടാവാനും നമുക്ക് ഈശ്വരസ്മരണ ഉണ്ടാവാനും വേണ്ടി നമ്മൾ സദാ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് വേണം നമ്മുടെ ഈ കർമ്മമാകുന്ന ജീവിതത്തെ കടത്തിക്കൊണ്ടു പോകാനെന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. എങ്കിലേ നമുക്ക് എന്താണ്
നമ്മൾ ഇച്ഛിക്കുന്ന പദത്തിൽ എന്തായാലും ജീവന് മോക്ഷം വേണം അല്ലേ? അത് ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളും അത് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ നമുക്കൊരു മനുഷ്യജന്മം കിട്ടുമ്പോഴാണ് ജീവാത്മാ പരമാത്മാ ബന്ധത്തെക്കുറിച്ചുള്ള അറിവും കാര്യങ്ങളും. അതും എല്ലാവരും അതൊന്നും അന്വേഷിച്ച് പോകാറില്ല. അപ്പൊ അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾക്കനുസരിച്ച് പലരും ഭഗവാനെ തേടി ഇറങ്ങും. അങ്ങനെയാണ്. എന്താണ് കഷ്ടം? നമുക്ക് ജീവിതത്തിൽ യാതൊരു സമാധാനവും കിട്ടാതെ വരുന്നപ്പോഴാണ് നമ്മൾ ഈശ്വരനെ പ്രാപിക്കുന്നത്. ചിലർ സ്വതവേ ഈശ്വര ഭക്തി ഉള്ളവരായിരിക്കും. ചിലര് ഈശ്വരന്റെ അനുഗ്രഹത്താല് ഈശ്വര ജ്ഞാനത്തിലേക്ക് വരാൻ വേണ്ടി തന്നെ ജന്മം എടുത്തവരുമായിരിക്കും. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വൈകുണ്ഠ ലോകം പ്രാപിക്കുകയും ചെയ്തു. വൈകുണ്ഠ ലോകത്ത് പ്രാപിച്ചിട്ട് പിന്നെ ജന്മം ഉണ്ടോ? ഇല്ല. ആ ജന്മങ്ങളൊക്കെ എടുത്ത് കഷ്ടതകളൊക്കെ അനുഭവിച്ചതിന് ശേഷം ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് ഇന്ദ്രദ്യുമ്നന് എന്ത് കൊടുത്തു? പാണ്ഡ്യരാജാവ് ഇന്ദ്രദ്യുമ്നന് മോക്ഷം കൊടുത്തു. എങ്ങനെ, ഏത് രീതിയിൽ? വിഷ്ണു പാർഷദനായി അങ്ങ് ആക്കുകയും അതിനോടൊപ്പം വൈകുണ്ഠ ലോകത്ത് പ്രാപിക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ മുതലയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഹൂഹു എന്ന ഗന്ധർവനായിരുന്നു. അതെന്തോ ഒരു നാമമാണ് ആ ഹൂഹു എന്ന് പറയുന്നത്. ഗന്ധർവനായിരുന്നു. ദേവല മുനിയുടെ ശാപം നിമിത്തം. അപ്പൊ ആ മുതലയും ആ ശാപം നിമിത്തമാണ് ഇവിടെ ഗജേന്ദ്രന്റെ കാലിൽ കടിക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായത്. ആ ശാപം നിമിത്തം മുതലയായി ഭവിച്ച് ഗജേന്ദ്രനെ പിടികൂടിയിരുന്നത്. ചക്രായുധമേറ്റതോടെ ഗന്ധർവനും ശാപമോക്ഷം നിമിത്തനെ. അപ്പൊ ഒരു കർത്തവ്യം ചെയ്യാൻ നമ്മൾ രണ്ടു കൂട്ടരും തമ്മിൽ അടിയും പിടിയും കൂടി ആകാത്ത് പിടിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും എന്തോ ഉണ്ടെന്ന് നമ്മൾ ഇതിന് ചിന്തിക്കണം. രണ്ടു കൂട്ടർക്കും ഒരു മാറ്റം വരണം. അത് ഭഗവാൻ വന്നാലേ സാധിക്കും. അപ്പൊ നമ്മുടെ കർമ്മത്തിനിടയിലും ഭഗവാനെ സദാ സ്മരിക്കുക, സദാ പൂജിക്കുക, സദാ നമ്മുടെ ജീവശ്വാസം പറയാറില്ലേ, ജീവശ്വാസം പോലെ ഭഗവാൻ എന്നൊരു അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇതാക്കി നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഗജേന്ദ്ര മോക്ഷ സമയത്ത് മുതലെന്ന് പറയുന്ന മുതലൊരു ഗന്ധർവനായിരുന്നു. ആ ഗന്ധർവനും മോക്ഷം. അപ്പൊ ഭഗവാൻ വരുമ്പോൾ ഒരു കാര്യത്തിൽ വരുമ്പോൾ രണ്ടു കൂട്ടർക്കാണ് അതിന്റെ മോക്ഷപദം കിട്ടുന്നത്. ഈ ഭഗവാൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളാണ്. അവരുടെ കർമ്മഗതിക്ക് അനുസരിച്ചാണ് അവർക്ക് ഏത് തരത്തിലുള്ള മരണം കിട്ടുക എന്ന് പറയുന്നത്. ഭഗവാൻ ദേഷിച്ചു കൊണ്ടൊരാളെ ചെയ്യുമ്പോഴും അവർക്ക് എവിടെയാ കൊടുക്കുന്നത്? ഭഗവാന്റെ വിഷ്ണുപാദം കൊടുക്കും. അതുപോലെ ഭക്തനെയും ഭഗവാൻ വിഷ്ണുപാദം കൊടുക്കും. രണ്ട് രീതിയിലാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. അവരെ തിരുത്തും, അവരെ പരീക്ഷിക്കുക എന്ന് പറയാം, അവരെ ശരിയാക്കുക. തിരുത്തും, അവരെ പരീക്ഷിക്കുക എന്ന് പറയാം, അവരെ ശരിയാക്കുക. അവരെ അച്ചിൽ വാർത്തെടുക്കുകയാണ്. കാരണം പരീക്ഷണം കൊടുത്താൽ മാത്രമേ അവരെ ഭഗവാന്റെ അതായത് ഭക്തനാക്കി എടുക്കാൻ കഴിയുള്ളൂ. ഭക്തി ഉണ്ടായിരിക്കും, പക്ഷെ കുറെ തെറ്റുകുറ്റങ്ങളൊക്കെ അവരിൽ ഉണ്ടാവും. അതിനെയാണ് പറഞ്ഞ കാമ ക്രോധ മോഹ ലോഹമോഹം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു മായാൽപ്പെട്ടുണ്ടാവുന്നതാണ് ഓരോ ജീവനുകൾക്കും. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയാണ് ഭഗവാൻ പരീക്ഷിക്കുന്നത്. പരീക്ഷിക്കുമ്പോൾ വൈരുദ്ധ്യത്തോടു കൂടി പരീക്ഷിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കുക. ചിലർക്ക് എന്താകും? പെട്ടെന്ന് മോക്ഷം ഭഗവാൻ കൊടുക്കും. ചിലർക്ക് പരീക്ഷ അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ പദവി, അതായത് ഭഗവാന്റെ വിഷ്ണുപാദം കൊടുക്കുകയുള്ളൂ. അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ കർമ്മങ്ങള് നമുക്ക് വരുമ്പോൾ, നമ്മൾ ജീവാത്മാക്കളായി ഇവിടെ വന്ന് നമ്മൾ ഓരോരോ കഷ്ടതകളിലൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ ഇതിന്ന് പഠിക്കേണ്ടത്, നമ്മുടെ കർമ്മവാസനയ്ക്കനുസരിച്ച് നമ്മൾ ഇങ്ങനെ വന്നുപോയി. വന്നുപോയതിനെ നമ്മൾ വീണ്ടും തമ്മിൽ കർമ്മങ്ങൾ ഉണ്ടാക്കാതെ ക്ഷമിക്കാൻ പഠിക്കുക. അപ്പൊ ക്ഷമിക്കാൻ നമുക്ക് ഒരു മനസ്സുണ്ടാവണമെങ്കിൽ എന്താവണം? നമ്മുടെ മനസ്സത്തെ സാത്വികമായ ചിന്തയുള്ള ഒരു ആളായി മാറിയാൽ മാത്രമേ നമുക്ക് ക്ഷമിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അടിക്കടുത്ത് ഉടനെ എന്തെടുക്കും? കുന്തവും കുടച്ചക്രവും ഒക്കെ എടുക്കും അടിക്കാൻ. അതാണ് ആ മായയുടെ ഒരു ശക്തി. അപ്പൊ ആ മായാശക്തിയെ മനസ്സിലാക്കാൻ നമുക്ക് ഉതകുന്ന ഒറ്റ ഒരു കാര്യം നാമമന്ത്രമാണ്, നാമജപമാണ്, നാമജപ സാധനയാണ്. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈക്കൊണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്കതിനെ അതിജീവിച്ച് പോവാനും അവസാനം നമ്മുടെ ജന്മം എവിടെ? ഭഗവാന്റെ വിഷ്ണുപാദത്തില് ലയിപ്പിക്കാനുമുള്ള ഒരു ഇത് നമുക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അത് നമ്മുടെ നാമ ആരാധനയിൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ മനുഷ്യ ജന്മങ്ങളിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളെ കുറിച്ച് ഇവിടെ പറയാണ്. അതായത് കർമ്മം കൂടിയവരാണ് കൂടുതൽ പരീക്ഷണങ്ങളിലേക്ക് നമ്മൾ വീഴുന്നത്. ഭഗവാന്റെ ഭക്തനായി വരുന്നവരെ ഭഗവാൻ കർമ്മം പെട്ടെന്ന് തീർത്തിട്ട് മോക്ഷം കൊടുക്കും. അത് ഭഗവാന്റെ ഒരു വൈരുദ്ധ്യമാണ്. അത് നമ്മളവിടെ ചോദ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല. അത് ഭഗവാന്റെ ഒരു ഇച്ഛയാണ്. എങ്ങനെ, എവിടെ, എപ്പോ, ആർക്ക് എന്നുള്ള ഒരു ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിക്കാണ് ഓരോരോ ഭക്തന്മാരെ ഇവിടെ ഭഗവാൻ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞത്, ഒരു അഗസ്ത്യ മുനിയുടെ ശാപം കൊണ്ട് ആനയായിട്ട് ശപിക്കുകയും ചെയ്തു. എന്നിട്ടോ അതിന്റെ കൂടെ മുതലയെ കൊണ്ട് കടിപ്പിക്കുകയും ചെയ്തു. ഇത് ഭഗവാന്റെ വൈരുദ്ധ്യങ്ങളായ ഒരു പരീക്ഷണങ്ങളാണല്ലോ ഭഗവാനെ ഹരിനാരായണനായി കൊണ്ട് നമസ്കാരം എന്നാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞ് ഈ പദ്യത്തിലൂടെ നമ്മെ അറിയിച്ചു തരുന്നത്. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ നാമസാധനം ഒരിക്കലും
ഒരിക്കലും വിടരുത്. നാമസാധന വിടാതിരുന്നാൽ മാത്രമേ നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് എത്താൻ കഴിയുള്ളൂ. അത് ഇന്നല്ലെങ്കിൽ യുഗങ്ങൾ കഴിഞ്ഞിട്ടെങ്കിലും നമ്മുടെ ഈ ഉത്തരവാദിത്വം എന്തുവാ? ഈ ജീവാത്മാവിനെ പരമാത്മാവിൽ എത്തിക്കാന്നുള്ള. അപ്പൊ മനുഷ്യ ജന്മമായി നമ്മൾ എപ്പോ വരുന്നോ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയോ ഒരു അറിവോ നമുക്ക് കിട്ടുന്നെങ്കിൽ നമുക്കതിന് യോഗ്യതയുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക, അതിലേക്ക് നമ്മൾ നീങ്ങുക. അതിനായി നമ്മൾ മറ്റാരെയും ഉപദ്രവിക്കുകയും മറ്റാരുടെ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാതെയും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം. എന്തെങ്കിലും നന്മ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്യണം. എന്തെങ്കിലും നന്മ ചെയ്യണം. അതാണ് മനുഷ്യധർമ്മം എന്ന് പറയുന്നത്. ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാതെ അവരെ അടിക്കാനും ഇടിക്കാനും കൊല്ലാനും വന്നാൽ നമ്മൾ ഒഴിഞ്ഞു മാറുക. നമുക്ക് ഒഴിഞ്ഞു മാറാമല്ലോ. അടി കൊള്ളാതെ മാറാം, ഇടി കൊള്ളാതെ മാറാം, വെട്ടും കുത്തും കൊള്ളാതെ ഓടി രക്ഷപ്പെടാം, ഇല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് മാറാൻ പറ്റും. പക്ഷെ തിരിച്ചടിക്കുന്നതും തിരിച്ചു പറയുന്നത് നമ്മൾ വീണ്ടും കർമ്മത്തിലേക്ക് പോകും. അപ്പൊ ഇതുപോലെ വീണ്ടും എന്താകും? നമ്മൾ കർമ്മത്തിലൂടെ വീണ്ടും ജനിച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ജന്മത്തെ ഒരു പരമ പദപ്രാപ്തിയിലേക്ക് കൊടുക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഭഗവാൻ നമ്മള് കർമ്മങ്ങൾ കൂടുതൽ ചെയ്താൽ കർമ്മം തീരുന്നവരെ നമ്മൾ പരീക്ഷിക്കും. അപ്പൊ നമ്മൾ നല്ല രീതിയിലാണ് വരികയാണ്. നമ്മളെ കർമ്മങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈശ്വര ഇച്ഛയാലെ ഈശ്വരന് വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ജന്മത്തിനും എന്തായിരിക്കും? അളവ് കുറയും. നമുക്ക് മോക്ഷപ്രാപ്തിക്ക് എളുപ്പമായ ഒരു ഇത് കിട്ടും. അപ്പൊ നമ്മളിപ്പൊ ചിന്തിക്കേണ്ടത്, ഇവിടെ എന്തൊക്കെ ബഹളം വെച്ചാലും ഇവിടെ കിടന്ന് സുഖമാണെന്ന് പറഞ്ഞാലും ശരി, ഒരു നാൾ നമുക്ക് മുക്തി കിട്ടണം ജീവന്. അതാണ് ജീവന്റെ പ്രധാന ഉത്തരവാദിത്വം. അത് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കുക. മനുഷ്യജന്മം കിട്ടിയിരിക്കുകയാണ്, വൃഥാ ആരും കളയരുത്. ഗുരുവായൂരപ്പനെ സാക്ഷി നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ടി എല്ലാവർക്കും ഒരുപോലെ കഴിയാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് തൽക്കാലം നിർത്താം. ഇന്നത്തെ സത്സംഗം നിർത്തുന്നു. അടുത്ത ശ്ലോകവും അതിന്റെ അർത്ഥവുമായിട്ട് ഞാൻ അടുത്ത ആഴ്ച വരുന്നതാണ്. നന്ദി, നമസ്കാരം. നമുക്കിവിടെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ 1 വരെയാണ്. എല്ലാവരും ഏകാദശി വ്രതം എടുക്കണം. ഏകാദശി വ്രതത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് എടുത്തു കഴിഞ്ഞ് അനുഭവിച്ചാലേ അത് മനസ്സിലാവൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഏകാദശി വ്രതം എടുത്തിട്ട് 2-3 വർഷമൊക്കെ ആവേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതും നമ്മുടെ മനസ്സിനും ശരീരത്തിനും എന്തിനേറെ നമ്മുടെ ബന്ധുജനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് എന്തായാലും എല്ലാ രീതിയിലും ഒരു മനസ്സമാധാനം നമുക്ക് ഈശ്വരൻ തരും. ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ഏകാദശി നോക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും ഒരുപോലെ ഭഗവാൻ നമ്മെ എന്താക്കും? സുഖം തരും എന്നാണ് പറയുന്നത്. നമ്മുടെ പുരുഷാർത്ഥങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മെ നല്ല രീതിയിൽ നമ്മളെ എത്തിച്ച് നമുക്ക് ജന്മമോക്ഷത്തിന് നമുക്ക് അർഹരായി വരാനുള്ള ഒരു യജ്ഞമാണ് നമ്മുടെ ഈ ഏകാദശി. ഏകാദശി എന്ന് പറയുമ്പോൾ ആരും കൂടുതൽ കഷ്ടപ്പെടൊന്നും വേണ്ട. ഭഗവാൻ നാമം ജപിക്കുക, രാവിലെ വെളുപ്പിന് 5 മണിക്ക് എണീച്ച് കുളിക്കുക, ഭഗവാന്റെ പടത്തിന് മുമ്പിൽ ഒരു വിളക്ക് നീട്ടി വിളക്ക് കത്തിച്ച് വെക്കുക, ഒരു പാൽ എഴുതുക, എന്തെങ്കിലും പ്രസാദം വെക്കുക. എന്നിട്ട് ആ ദിവസം ആരോടും അധികം സംസാരിക്കാൻ പോവാതെ ഭഗവത് സ്മരണയായിരിക്കും. ഒന്നും പാടാനും ഒന്നും അറിയാൻ പാടില്ല. പുസ്തകം എടുത്ത് വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, രാമായണം വായിക്കുക, നാരായണീയം വായിക്കുക. ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ചെയ്ത് നമ്മുടെ ആ ഒരു ദിവസത്തെ 2 ദിവസം, തലേ ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക, പിറ്റേ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കാം. അങ്ങനെയുണ്ട്. പിന്നെ അങ്ങനെ പട്ടിണി കിടന്ന് നമ്മൾ ഭഗവാന്റെ ഉപയോഗം കിടക്കുമ്പോൾ ഭഗവാൻ ഒരിക്കലും പറയില്ല. പിന്നെ വ്രതം എടുക്കുന്നവർ ജലം കുടിച്ച് എടുക്കുന്നവരുണ്ട്, ജലം കുടിക്കാതെ എടുക്കുന്നവരുണ്ട്. അത് അവരവരുടെയൊക്കെ ആരോഗ്യത്തിനനുസരിച്ചാണ് എടുക്കുന്നത്. അതൊക്കെ ഭഗവാൻ നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചും വിഷമിപ്പിച്ചും ബോധം കെടുത്തിക്കൊണ്ടും നമ്മൾ വ്രതം എടുക്കണമെന്ന് ഒരിക്കലും പറയില്ല. നമ്മുടെ മനസ്സ് ഉപവസിക്കുക, ഭഗവാനോടൊപ്പം ഇരിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ മനസ്സിലെപ്പോഴും ഭഗവത് നാമങ്ങളുമായി നമ്മൾ കഴിയുക എന്നുള്ളതാണ് ഉപവസിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ തുച്ഛമായ ആഹാരം കൊടുത്താൽ മതി, ഒരുപാട് ആഹാരമൊന്നും കൊടുക്കണമെന്നില്ല ആ സമയത്ത്. അപ്പൊ ഈ 3 നേരം നമ്മുടെ ശരീരം ശുദ്ധി, 3 തലേ ദിവസവും ഏകാദശി ദിവസം പിറ്റേ ദിവസം ഈ 3 ദിവസം നമ്മൾ ശുദ്ധിയായും വൃത്തിയായും ഭഗവത് നാമ പാരായണത്തിലും ഇരിക്കണം. നമുക്ക് ഓരോരോ മാറ്റങ്ങൾ വരും. നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കുന്ന നമ്മുടെ സത്വഗുണത്തിനുള്ള ഏറ്റക്കുറച്ചിൽ കൂടും, കുറഞ്ഞു പോകത്തില്ല. നമ്മുടെ മറ്റു ഗുണങ്ങൾ കുറഞ്ഞു വരും. എന്നിട്ട് നമുക്ക് എന്താവാൻ പറ്റും? കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിലെ ആ വഴിക്ക് തിരിയാനും മറ്റുള്ളവർക്ക് വല്ല ഉപഹാരങ്ങൾ ചെയ്യാനും നന്മയോടെ പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് അതിലൂടെ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ എടുത്തു തുടങ്ങിയില്ലെങ്കിൽ ഈ ഡിസംബറിൽ 1-ാം തീയതി തലേ ദിവസം 31-ാം തീയതി 30-ാം തീയതി 31-ാണ് തലേ ദിവസം ഒരിക്കല് അന്ന് 1-ാം തീയതി ഡിസംബർ ഗുരുവായൂർ ഏകാദശിയാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ നമ്മുടെ പ്രശസ്ത സംഗീതജ്ഞൻ, അദ്ദേഹം മരിക്കുന്നതൊക്കെയാണ്. പ്രശസ്തരായ ഒരുപാട് ഭഗവാന്റെ ഭക്തന്റെ അവസാന സമയം ഈ ഗുരുവായൂർ ഏകാദശി സമയമായിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ ഗുരുവായൂർ ഏകാദശി തൊട്ട് തുടങ്ങാം. എല്ലാവരും എടുക്കുക. ഒരു മാസത്തിൽ 2 ഏകാദശിയുണ്ട്. അത് തന്നെയാണ് ശുദ്ധി, അത് തന്നെയാണ് വൃത്തി, അത് തന്നെയാണ് ആത്മലാഭം, അത് തന്നെയാണ് ആത്മാവിന് മോക്ഷം കിട്ടുന്നതിന്റെ ചവിട്ടുപടികൾ. വ്രതവും ജപങ്ങളൊക്കെ എന്തിനാണ്? മനഃശുദ്ധിക്കാണ്. മനഃശുദ്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും? ഈശ്വര ചിന്ത ഉണ്ടായി വരുന്നു. അതിലേക്ക് നമ്മൾ നീങ്ങും. അതുകൊണ്ട് എല്ലാവരും ഈ ഗുരുവായൂർ ഏകാദശി
എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പനെ എല്ലാവർക്കും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരട്ടെ. ഗുരുവായൂരപ്പ ശരണം. ജയ് ശ്രീ രാധേ രാധേ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്നാപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. കഷ്ടം ഭവാനയൊരു പാണ്ഡ്യൻ ഭജിച്ചളവഗസ്തേന നീബധ ശപിപ്പിച്ചതെന്തിനതു നക്രേണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെയു അതോർക്കാവതല്ല ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്നാപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണ